ഹലോ കൂട്ടുകാരികളെ, വായോ നമുക്കിന്നൊരു അടിപൊളി, ഇന്ന് ശനിയാഴ്ചയാണ്, നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ മുളകിടാം, കോഴി മുളക്. അതിന് നമുക്ക് വേണ്ടത് മഞ്ഞളും ഉപ്പും കൂടെ നല്ല ശരിക്ക് തിരുമ്മി ഒരു മണിക്കൂർ, അരമണിക്കൂർ, ഒന്നും വേണമെന്നില്ല, അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കഴുകി വാരി വൃത്തിയാക്കണം. എന്നിട്ട് ഇത് കഴുകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലപോലെ തേച്ച് കഴുകണം, അല്ലെങ്കിൽ ഉളുമ്പും മണം മാറില്ല. അപ്പം ഇത് കറി വെക്കുന്നത് ഞാൻ കാണിക്കാം. കറിയല്ല, കോഴിമുളക്. അത് മലപ്പുറംകാരുടെ ഭാഷയാണ്, മലപ്പുറത്തെ ഒരു കറിയാണ് കേട്ടോ. കോഴിമുളകിട്ടു എന്ന് പറഞ്ഞ കണക്ക് കോഴിമുളകിടാം. ഞാൻ ബാക്കി കാണിക്കാം. ഇങ്ങനെ തിരുമ്മി നല്ല റെഡി ആയിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ, എന്നിട്ട് കഴുകി വാരി വൃത്തിയാക്കിയിട്ട് കാണിക്കാം. ഓക്കെ. ഹലോ, നമ്മളെ കോഴിയെ മുളകിടാൻ പോവാട്ടാ. കോഴിയെ മുളകിടാൻ ഒരു ചെറിയ സബോള അരിഞ്ഞ് എണ്ണയിലിടുക. ഞാൻ പറയുന്നൊന്നും കേൾക്കണ്ട. മീൻ വീഡിയോ പിടിക്കുക. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇടുവാണേ. ഇനി കാണിക്കാം. നമുക്ക് കോഴി മുളകിടാൻ വേണ്ടി നമ്മുടെ ആവശ്യത്തിനുള്ള കരിയാപ്പില ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂത്ത് കഴിയുമ്പോൾ എന്താക്കണം, നമ്മളെ മുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. മുളക് കറിക്ക് മുളക് പൊടിയാണ് വേണ്ടത് കേട്ടോ. മുളക് പൊടി വാടി, അയ്യോ ആവശ്യത്തിനുള്ള മുളക് പൊടി, നിങ്ങൾ എത്ര ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ചുള്ള മുളക് പൊടി. ഓക്കെ. എന്നിട്ട് നമ്മുടെ ചിക്കൻ അതിനകത്തോട്ട് വാരിയിടണം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ചിക്കൻ വാരിയിടുക. ഓക്കെ. ഞാൻ ഉപ്പിട്ടു. ഇനി ചിക്കൻ വാരിയിടുക. കാണിക്കാം. ഞാൻ കഴുകി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ചിക്കൻ. ആണ്ട് കിടക്കണം. ഇനി കാണിക്കാം കേട്ടോ. നല്ലോണം വഴന്ന് വരട്ടെ. നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി മറിച്ച് ചിക്കൻ്റെ വെള്ളം ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ആക്കിയാൽ തന്നെ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് ഇളക്കി ഇതാകട്ടെ. അഞ്ച് കിലോ ചിക്കനായത്. ആൾ കുറവാണ്, 2 ദിവസമായിട്ട് ആൾ കുറവാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിന് ആവശ്യത്തിനുള്ള 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ, അത് വേകാനുള്ള വെള്ളം. ഞാൻ ആദ്യം ഈ ഉള്ളി വെളുത്തുള്ളി എല്ലാം മൂപ്പിക്കുന്നത് ഇതിനകത്ത് വീഡിയോ കിട്ടിയില്ല, സോറി. പിന്നെ എന്താ ചെയ്യുക, ആദ്യം ഇച്ചിരി ഒരു സബോള മൂപ്പിക്കുക, നല്ലോണം ചുമന്ന് മൂപ്പിക്കുക ഒരു സബോള. ഓക്കെ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇതിനകത്തിട്ട് അത് മൂപ്പിക്കണം. അതിന് ശേഷം മുളക് പൊടിയിട്ട് നല്ലോണം വഴറ്റി ഈ ചിക്കനെ വാരി അങ്ങിട്ട്, പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കരിയാപ്പിലയും ആദ്യം കുറച്ചിട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടെ റെഡിയാക്കി വെക്കണം. നോക്കി നമ്മുടെ കറി. പക്ഷേ ഇത് ഒത്തിരി കളറ് കാണൂല കേട്ടോ. ഇന്നത്തെ കറിക്ക് കളറ് കുറവാണ്, മുളക് പൊടി മാത്രമല്ലേ ഉള്ളൂ. പിന്നെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇച്ചിരി കടുക് പൊട്ടിക്കണം. അത് ഞാൻ കാണിക്കാം. കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്, സോറിയേ. ആദ്യം ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്യണം. ഓക്കെ. സോറി കേട്ടോ. കുറച്ച് മുളക് പൊടി ഇത് മൂപ്പിക്കുന്ന കാര്യത്തിൽ കുറച്ച് വിട്ടുപോയി. എന്നാ മസാലകളെല്ലാം മൂപ്പിക്കുന്ന സമയത്തെ വെളുത്തുള്ളി ഇഞ്ചിയും ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കുന്ന സമയത്ത് ഇച്ചിരി വിട്ടുപോയി. അത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. സോറി.
നമ്മൾ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നല്ല തീയാണ്, പെട്ടെന്ന് കടുക് പൊട്ടും. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ട എന്ന് വെച്ചാൽ കുറച്ച് കടുക് ഒക്കെ, കടുക് പൊട്ടട്ടെ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. കറി ഇച്ചിരി വെളുത്തിരിക്കും, കുഴപ്പമില്ല. നമുക്ക് അതിന് കുറച്ച് മസാലപ്പൊടി ചേർക്കുമ്പോൾ റെഡിയാവും. ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ, ഒന്നും തോന്നല്ലേ. നമുക്ക് ശകലം മസാലപ്പൊടി, ടേസ്റ്റിന് കുറച്ച് മസാലപ്പൊടി, കുറച്ചേ വേണ്ട, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ടേസ്റ്റിന് മാത്രം. ഓക്കെ, ഇനി നമുക്കത് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതുപോലെ ആക്കി ഇളക്കിയെടുക്കണം. നല്ല കറിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എല്ലാവരും കണ്ട് VVS കൂട്ടിത്തായോ. ഒക്കെ ബാക്കി വീഡിയോ എല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും. ചിക്കൻ കറിക്ക് കൂട്ടാനുള്ള സലാഡാണിത്. കക്കിരി, തൈര് ഒക്കെ അതും കൂടെ കൊടുക്കുന്നുണ്ട് കൂടെ. ആയിക്കോട്ടെ, വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതേപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കുക. ആദ്യം ഞാൻ ഓർത്തത് എന്നാ വെച്ചാൽ മസാല മൂപ്പിക്കുന്നത് കണ്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഉണ്ട്, വീഡിയോയിലുണ്ട് കേട്ടോ. സോറി, ഞാനതിൽ പറഞ്ഞത് കണ്ടില്ല. അത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. വീഡിയോ കിട്ടിയില്ലെന്ന് എൻ്റെ വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടി, എല്ലാം ഉണ്ട് അതിനകത്ത്, ഒന്നും മോശമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.